മോർണിംഗ്. അപ്പോൾ ആസാമിലില്ല കേട്ടോ, നല്ല മഴ രാവിലെ തന്നെ എണീക്കുമ്പോൾ തന്നെ. അപ്പോൾ രാവിലെ തന്നെ ഒരു കുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഏതോ ഒരു ഹൈവേ സൈഡ് ഇന്നലെ വെച്ച് കിടന്നുറങ്ങിയതാണ്. നമ്മൾ ഓൾമോസ്റ്റ് ഗുവാഹട്ടി എത്തി. നമുക്കിനി ഒരു 19 കിലോമീറ്ററും കൂടി ഉള്ളൂ ഗുവാഹട്ടിക്ക്. അത്ര അടുത്താണല്ലോ കേട്ടോ. ഇന്നലെ രാത്രി കിടന്നുറങ്ങിയ സ്ഥലമാണ്. എവിടെയാണെന്നൊന്നും അറിയില്ല, ഏതോ ഒരു മരത്തിൻ്റെ ചോട്ടിൽ വെച്ച് അവിടെ കിടന്നുറങ്ങി. പക്ഷേ രാവിലെ എണീക്കുമ്പോൾ നല്ലൊരു സ്ഥലമായിരുന്നു. അടിപൊളി വ്യൂ കേട്ടോ. ഹൈവേ സൈഡ് തന്നെയാണ്, ഒരു ഷോപ്പിൻ്റെ മുന്നിലാണ്. അപ്പോൾ പിന്നെ നല്ല നമ്മളെ നാടിൻ്റെ ഒരു ഫീലൊക്കെ ഉണ്ട്. തെങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു നാട്ടിലത്തെ ഫീലെല്ലാം തോന്നുന്നുണ്ട്. നല്ല മഴയാട്ടോ. രാവിലെ നമ്മളൊരു കുളിയെല്ലാം കഴിഞ്ഞതാ പയ്യെ ഇറങ്ങി. നമുക്കൊരു 1.5 മണിക്കൂറേ പോകാനുള്ളൂ, അത്രേ ഓടാനുള്ളൂ ഗുവാഹട്ടിയിലേക്ക്. അപ്പോൾ ഗുവാഹട്ടിയിൽ ഇന്ന് സ്പെൻഡ് ചെയ്തിട്ട് മെല്ലെ അടുത്ത സ്ഥലമൊക്കെ നോക്കിയിട്ട് ഓരോ ലൊക്കേഷനിൽ പിടിക്കണം. ഇതൊക്കെയാണ് പരിപാടി. നോക്കാം. നല്ല മഴയാണ്, അതുകൊണ്ട് നല്ല ചൂടായിരുന്നു. കുറേ ആശ്വാസമായി. ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ആട്ടോ. അതുകൊണ്ട് രാവിലെ തന്നെ ഒരു കോഴിക്കട കണ്ടുപിടിച്ച് ചിക്കൻ ഇന്നത്തെ സ്പെഷ്യൽ കപ്പ ആട്ടോ. നാട്ടിൽ നിന്ന് നമ്മളെ ഷിഫിന് ടീമെല്ലാം കപ്പ തന്നിട്ടുണ്ടായിരുന്നു. അവരെ കണ്ട സമയത്ത് കപ്പയുണ്ട്, ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫുള്ള് ചിക്കൻ കറി വെക്കാൻ പോവാണ്. കപ്പയും ചിക്കനും. ഏതോ ഒരു ഹൈവേൻ്റെ സൈഡിൽ തന്നെയാട്ടോ നമ്മൾ സൈഡാക്കിയത്. പഴയ പൂട്ടിക്കിടക്കുന്ന ഒരു ചായക്കട കിട്ടി. അപ്പോൾ ആ ചായക്കടേൻ്റെ അവിടെ സൈഡാക്കിയിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത്. കുറേ കാലം കൂടിയിട്ടാണ് കപ്പ കിട്ടിയ കേട്ടോ. നാട്ടിൽ നിന്ന് ആ പിള്ളേർ തന്നുകൊണ്ട് കപ്പയും പിന്നെ അതിൻ്റെ കൂടെ നിന്ന് ചിക്കനും കൂടെ പിടിക്കാമെന്ന് വിചാരിച്ചേട്ടാ. എന്തായാലും ഭയങ്കര സന്തോഷമായി. കുറേ കാലങ്ങൾക്ക് ശേഷം കപ്പ ഉണ്ടാക്കി. അതേപോലെ നമ്മുടെ ചിക്കൻ കറി ഇതാ വെന്തുകൊണ്ടിരിക്കുന്ന ചിക്കൻ കറിയും സെറ്റാണ് കേട്ടോ. അപ്പോൾ മനസ്സറിഞ്ഞ് ഒന്ന് ഭക്ഷണം കഴിക്കണം തോന്നിയിട്ട് ഇന്ന് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് തിന്നിട്ട് വേണം ബാക്കിയുള്ളത് എങ്ങോട്ട് പോകണം തീരുമാനിക്കാൻ. എടാ താങ്ക് യു ഫോർ കപ്പ കേട്ടാ. ഇതാ കപ്പ ചിക്കനൊക്കെ റെഡി, കഴിക്കാൻ പോകുന്ന കേട്ടാ. എല്ലാം റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒരുപാട് നന്ദി. കുറേ കാലമായി കപ്പയില കഴിച്ചിട്ട്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ ഗുവാഹട്ടിയിലേക്കാണ് വിട്ടാട്ടാ. ഗുവാഹട്ടി പോകുന്ന വഴിക്കുള്ള ബ്രിഡ്ജാണ് ഇതെല്ലാം. ബ്രഹ്മപുത്ര നദീൻ്റെ കുറുകെയുള്ളൊരു ബ്രിഡ്ജാട്ടോ ഇത്. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബ്രിഡ്ജാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. അതായത് നമുക്ക് റോഡും താഴെ കൂടെ റെയിൽവേയും അങ്ങനെ 2 ലൈനും കൂടെ ഒന്നിച്ചിട്ടുള്ളൊരു ബ്രിഡ്ജാണ്. അതിൻ്റെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണില്ല. ഇതിൻ്റെ താഴെ കൂടെ നമുക്ക് റെയിൽവേ ട്രാക്കും കൂടി ഉണ്ട് കേട്ടോ. അതിൻ്റെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഏകദേശം 3 കിലോമീറ്ററോളം നീളമുണ്ട് കേട്ടോ ഈ ബ്രിഡ്ജിന്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു ബ്രിഡ്ജാണ്. പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്കൊരു ട്രെയിൻ പോകുന്ന ഒരു കാഴ്ച കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരു ഷിപ്പുണ്ട് കേട്ടോ. ചെറിയൊരു ഷിപ്പ് കാര്യങ്ങളൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്. സൈഡിലൊക്കെ ആയിട്ട് ചെറിയ ബോട്ടുകൾ കാര്യങ്ങളൊക്കെ കാണാം.
അങ്ങനെ ട്രെയിൻ വരുന്നവരതാ കാത്തിരുന്ന് ലാസ്റ്റ് ട്രെയിൻ വന്നിട്ടാ നമുക്ക് കാണാൻ പറ്റും. താഴെ കൂടെ ട്രെയിൻ പോകുന്നുണ്ട്, അതേപോലെ മുകളിലേക്കൂടെ നമുക്ക് റോഡിന് കേട്ടോ. നമ്മൾ വന്ന റോഡാണത്. അപ്പോൾ ആ റോഡും ട്രെയിനും രണ്ടും കൂടെ ഒറ്റപ്പാലത്തിലാട്ടോ. അതൊരു ഭയങ്കര അടിപൊളി സംഭവമാണ്. നമ്മുടെ നാട്ടിൽ അധികം ഇല്ലാത്തൊരു സംഭവമാണ്. എന്തായാലും ഇതൊന്ന് കാണണമെന്നുണ്ടായിരുന്നു, അത് വെയിറ്റ് ചെയ്ത് നമ്മളത് കണ്ടിട്ടോ. അപ്പോൾ ഇവിടെ വേറെ കാര്യമായിട്ടൊന്നും ടൗൺ ഏരിയയിൽ വേറെ ഒന്നും കാണാനൊന്നുമില്ല. പിന്നെ നമുക്കുള്ളത് കാമാഖ്യ ടെമ്പിൾ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ടെമ്പിളിൻ്റെ കാഴ്ചകളിലേക്കായിരിക്കും അടുത്ത് കേട്ടോ. നമുക്ക് ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ടെമ്പിളിലേക്ക് പോവാം. ഓക്കെ, അങ്ങനെ ബ്രിഡ്ജിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ കാമാഖ്യ ടെമ്പിളിൻ്റെ അടുത്ത് എത്തി കേട്ടോ. ഇത് കാമാഖ്യ ടെമ്പിളിൻ്റെ തൊട്ടിപ്പുറത്താണ്. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ജസ്റ്റ് കുറച്ച് മുന്നേ, ഒരു 5 മിനിറ്റ് മുന്നേ ആണ്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് സൈഡാക്കിയതാണ്. വലിയ വ്യൂ ഒന്നും പറയാനൊന്നുമില്ല. താഴെ നമുക്കിങ്ങനെ ജസ്റ്റ് മലനിരകൾ കാണാമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവിടുന്ന് നേരെ കാമാഖ്യയിലേക്ക് വണ്ടി ഇവിടെ വെച്ചിട്ട് നടക്കാനാട്ടോ പരിപാടി. മുകളിലേക്കൊന്ന് നടന്നിട്ട് വരാം. പോകുന്ന വഴിയിൽ ഇതുപോലെ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. ഫുൾ അത്യാവശ്യം ട്രാഫിക് ആട്ടോ. വണ്ടി എടുത്തിട്ട് മുകളിലേക്ക് വരാത്തതാണ് എപ്പോഴും നല്ലത്. കാമാഖ്യ ടെമ്പിളിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. വളരെ പ്രസിദ്ധമായൊരു ടെമ്പിളാണ് ഇന്ത്യയിൽ. അതായത് യോനി പ്രതിഷ്ഠയുള്ള ഒരു ടെമ്പിളാണ് കേട്ടോ. ഇവിടെ വേറെ പ്രതിഷ്ഠ കാര്യങ്ങളൊന്നുമില്ല, വിഗ്രഹങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. ഒരു യോനി ഷേപ്പിലുള്ള ഒരു സംഭവമാണ് അവിടെ ഉള്ളത് കേട്ടോ. ക്ഷേത്രത്തിന് ചുറ്റും നമുക്ക് ഒരുപാട് പ്രാവുകളെയും അതുപോലെ കുറേ ആടിനെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇതൊക്കെ ഇവിടെ ബലി കൊടുക്കാനായിട്ട് ആൾക്കാരെ കൊണ്ട് കൊടുക്കുന്നതാണ്. ഇവിടെ ബലി കർമ്മങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്ന ഒരു ക്ഷേത്രം കേട്ടോ. ഒരുപാട് കാണാം കേട്ടോ. പ്രാവുകളൊക്കെ ഇഷ്ടം പോലെ, വെളുത്ത പ്രാവുകളൊക്കെ കുറേയൊക്കെ ഉണ്ടാവും. അതുപോലെ ആടുകൾ കുറേ ഉണ്ടാവും. അപ്പോൾ ബലി കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്ന ഒരു ടെമ്പിളാണ് കാമാഖ്യ ടെമ്പിൾ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ശക്തിപീഠമാണ് കേട്ടോ ഇത് ഭയങ്കര അത്രക്കും ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ബ്രഹ്മപുത്ര നദി എന്താ പറയുക, ഇയർലി അത് റെഡ് കളറിൽ ആകുന്നുണ്ട്. അതെന്തോ കെമിക്കൽ റിയാക്ഷൻ്റെ പേരിലാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ റെഡാകുന്ന സമയം, അതായത് മെൻസസ്, അതായത് ഗോഡസിൻ്റെ മെൻസസ് സൈക്കിളിൻ്റെ സമയത്താണ് ഇത് റെഡാവുന്നത് എന്നാണ് പറയുന്നത്. ആ സമയത്താണ് ഇവിടുത്തെ ഉത്സവ കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അമ്പുബാജി മേള എന്ന് അറിയപ്പെടുന്നത് ആ ഒരു ടൈമിൽ ആ ഒരു 3-4 ദിവസം ടെമ്പിൾ അടച്ചിടും കേട്ടോ. അപ്പോൾ ആ ബ്രഹ്മപുത്ര നദി ഫുള്ള് റെഡ് കളറിലാവും. അപ്പോൾ അത് മെൻസേഷൻ സൈക്കിളിൻ്റെ ഭാഗമായിട്ടാണ് എന്നൊക്കെയാണ് വിശ്വസിക്കപ്പെടുന്നത്. ഞാനും ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ ടെമ്പിളിനെ പറ്റി, പക്ഷെ ആദ്യമായിട്ടാണ് ഒന്ന് കാണാൻ പറ്റുക കേട്ടോ. 7th സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയൊരു ടെമ്പിളാണ്, വളരെ പഴയ ടെമ്പിളാണ്. അപ്പോൾ എന്തായാലും വന്ന് കാണാൻ സാധിച്ചതിൽ സന്തോഷം. ഇവിടെ നമുക്ക് കുറേ ആടിനെയൊക്കെ കെട്ടി വെച്ചിട്ട് കാണാൻ പറ്റും. ഇതൊക്കെ കുരുതി കൊടുക്കാൻ വേണ്ടിയിട്ട് സമർപ്പിക്കുന്ന ആടും ഇതൊക്കെ കേട്ടോ. പ്രാവുകളെ കാണാൻ പറ്റും, ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ അമ്പലത്തിൻ്റെ അകത്തോട്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല. അമ്പലത്തിൻ്റെ അകത്ത് കയറി കാര്യമായിട്ട് വേറെ പ്രതിഷ്ഠ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു യോനി രൂപത്തിലുള്ള ഒരു കല്ല്, ഒരു ഇതാട്ടോ. അതിനകത്ത് വെള്ളം ഉണ്ടാവും, അത്രയേ ഉള്ളൂ, വേറെ പരിപാടിയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഗുവാഹട്ടിയിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ക്ഷേത്രം കേട്ടോ ഇത്. അത്രയും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്, കുറച്ചൊന്നല്ല, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഇവിടെ. അതുപോലെ ഭയങ്കര പ്രസിദ്ധമായ സ്ഥലമാണ്. ഇവിടെ എല്ലാവരും വന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവും, എല്ലാവരും ഭയങ്കര ഭക്തിപൂർവ്വം വന്ന് സന്ദർശിക്കുന്ന ഒരു ടെമ്പിളാണ്. നമുക്ക് ഭക്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് കാണാം എന്നുള്ള ലെവലിൽ വന്നു കണ്ടു, ജസ്റ്റ് സന്ദർശിച്ച് വന്നു മാത്രം കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആടിനെ കാണാൻ പറ്റും. ആടിങ്ങനെ നടക്കുന്നതാണ്, ഫുള്ള് അമ്പലത്തിൻ്റെ ചുറ്റും ആടുകളുണ്ട് കേട്ടോ.
അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നമുക്കൊരു ബാഡ് സ്മെല്ല് കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. നിറച്ചും അങ്ങനെയാണ്, ഇവരിങ്ങനെ വെള്ളമടിച്ച് ക്ലീൻ ആയിക്കൊണ്ടേ ഇരിക്കും കേട്ടോ, ഈ ആട് പ്രാവുകളൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഫുള്ള് എന്തോ ഒരു സ്മെല്ല് കാര്യങ്ങളൊക്കെയാണ്. നമുക്കവിടെ കുറേ സമയം ഇരിക്കുക എന്ന് പറയുന്നത് എന്തോ എനിക്ക് പോസിബിൾ അല്ലാന്ന് തോന്നി. അങ്ങനൊരു സ്ഥലമാണ്. അങ്ങനെ അകത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ഇറങ്ങുക കേട്ടോ, തിരിച്ചിറങ്ങുക അമ്പലത്തിൽ നിന്ന്. പിന്നെ നമുക്കിവിടെ അന്നദാന പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ കഴിക്കാനൊന്നുമില്ല, എന്തായാലും തിരിച്ചു പോവാണ്. നമ്മളെന്തായാലും നല്ല കപ്പയും ചിക്കനൊക്കെ അടിച്ചാണ്, അതുകൊണ്ട് പിന്നെ വയറ് ഫുള്ളായിരുന്നു, കഴിക്കാനൊന്നുമില്ല കേട്ടോ. പിന്നെ പോകുന്ന വഴിയിൽ ഇതുപോലെ എന്തൊക്കെയോ സാധനങ്ങൾ വിൽക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റേ ചുവന്ന തുണി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അമ്പലത്തിൽ ഇവർ സമർപ്പിക്കുന്ന, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ കുറേ കണ്ടു. പിന്നെ ഞാൻ അങ്ങനത്തൊന്നും വാങ്ങാനൊന്നുമില്ല. എന്തായാലും നമ്മൾ യാത്ര തുടരുകയാണ്. ഇതാണ് നമ്മുടെ വ്യൂ പോയിൻ്റ് എന്നുള്ള കാഴ്ച കേട്ടോ. താഴത്തെ റോഡ് കാണാൻ പറ്റും, വേറെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പുറത്തേക്കൂടി റെയിൽവേ ട്രാക്കും കൂടെ കാണാൻ പറ്റും. ട്രെയിൻ വരുവാണെങ്കിൽ നമുക്കൊരു ലോങ് ഷോട്ട് കിട്ടും, കാണാൻ പറ്റും, അത്രയേ ഉള്ളൂ. വലിയ കാര്യമായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റ് ഒന്നല്ല. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ മേഘാലയ സൈഡിലേക്ക് പോകാമെന്ന് വെച്ചിട്ട് പയ്യെ ഇറങ്ങിയത് കേട്ടോ. വൈകുന്നേരത്തെ സൺസെറ്റ് പോകുന്ന വഴിയിൽ കിട്ടി, അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് ഗുവാഹട്ടിയിലെ ഒരു ബ്രിഡ്ജിൽ നിന്ന് കിട്ടിയ വ്യൂ ആണ്. നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. അപ്പോൾ കുറേ ആൾക്കാർ അവിടെ വന്നിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വണ്ടിയുടെ സൈഡാക്കി കുറച്ച് സമയം പിന്നെ സൺസെറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഇവിടുന്ന് നേരെ പിന്നെ മേഘാലയ തുറ എന്ന് പറഞ്ഞ സൈഡിലേക്ക് ഖാസി ഹിൽസിലേക്ക് പോകാൻ വേണ്ടി പിന്നെ ഒരു പരിപാടിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്ലാനിങ് എന്തായാലും നോക്കണം. എന്തായാലും സൺസെറ്റ് വളരെ അടിപൊളിയായിരുന്നു. പോകുന്ന വഴിയിൽ പിന്നെ നമ്മളെ ഗ്യാസിൻ്റെ ബേണർ ചെറുങ്ങനെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു ഷോപ്പിൽ കയറി അതെല്ലാം ഒന്ന് ക്ലീനാക്കി ഒന്ന് റെഡിയാക്കി. പിന്നെ അതിനുശേഷം നമ്മൾ നേരെ പിന്നെ യാത്ര തുടർന്നു. അപ്പോൾ നമ്മളിതാ ഗുവാഹട്ടിയോട് വിട പറഞ്ഞുകൊണ്ട് നേരെ മേഘാലയ കയറാൻ പോവാണ്. ഓക്കെ, ഷില്ലോങ് ഭാഗത്തേക്കെല്ലാം പോകുന്നത്. കുറച്ച് സ്ഥലങ്ങളുണ്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്, എങ്ങോട്ട് നില കറക്റ്റ് അറിയില്ല. എന്തായാലും നോക്കട്ടെ കേട്ടോ. അപ്പോൾ എന്തായാലും ആസാമിൽ വലിയ കാര്യമായിട്ട് കാണാനൊന്നുണ്ടായില്ല. കുറച്ച് അമ്പലങ്ങളും കുറച്ച് വ്യൂ പോയിന്റ്സ് കാര്യങ്ങളൊക്കെ ആയിരുന്നു മെയിനായിട്ട് ഉണ്ടായി കേട്ടോ. ഫുള്ള് ടൗൺ ഏരിയ ആണ്, വേറെ ഒന്നുമില്ല. ഗുവാഹട്ടി എന്ന് പറയുന്നത് ഒരു ടൗണാണ്, വേറെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും വരുന്നുണ്ടെങ്കിൽ ആ ഒരു എക്സ്പെക്ടേഷനിൽ വന്നാൽ മതി. അപ്പോൾ നമ്മൾ മേഘാലയയിലേക്കാണ് പോകുന്നത്. നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ് മേഘാലയ. മേഘാലയയിലേക്കാണ് പോകുന്നത്. ഇനിയുള്ള കുറേ വീഡിയോസ് മേഘാലയൻ്റെ ആയിരിക്കും കേട്ടോ. ഇരുപത്തിമൂന്നാമത്തെ സംസ്ഥാനമായ മേഘാലയയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആസാമില് നമുക്ക് 1-2 സ്പോട്ടുകൾ കാണാനുണ്ട്, പക്ഷെ അത് അപ്പുറത്തെ സൈഡിൽ കേട്ടോ. നമ്മൾ 10-600 കിലോമീറ്റർ ഓടിയിട്ട് പിന്നെ തിരിച്ച് ഇതേ റൂട്ട് വരേണ്ട ഒരു പണിയായി പോകും. അതുകൊണ്ട് നമ്മൾ അത് ആ വഴിക്ക് പോകുന്ന സമയത്ത് കവർ ചെയ്യാന്ന് വിചാരിച്ചു. നേരെ നമ്മൾ ഇപ്പോൾ പിന്നെ എന്താ പറയുക, മേഘാലയ കയറാനുള്ള പരിപാടിയില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇവിടുന്ന് ബോർഡറിലേക്ക് തന്നെ ഒരു 5 മണിക്കൂർ യാത്രയുണ്ട്. എന്തായാലും പോയി നോക്കാം കേട്ടോ. മേഘാലയയിൽ ഒരുപാട് നല്ല കാഴ്ചകൾ കാണാനുണ്ട്. അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വരാം. ഇവിടെ നല്ല ചൂടാട്ടോ, ഒന്നും പറയാനില്ല. ആസാമിൽ ഒടുക്കത്തെ ചൂടാണ്. ഞാൻ അതുകൊണ്ട് തന്നെ മേഘാലയ പോയി കഴിഞ്ഞാൽ കുറച്ച് നല്ല തണുപ്പ് നല്ല നല്ല ഏരിയ ആയിരിക്കും, വലിയ ചൂടൊന്നും ഉണ്ടാവില്ല.
പിന്നെ ഇഷ്ടംപോലെ വാട്ടർഫാൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കുളിക്കാൻ നിനക്കെ എല്ലാം സുഖമായിട്ട് കുറച്ച് ദിവസം ജീവിക്കണം. ആസാമിന്റെ ശരിയായ മുഖങ്ങൾ കണ്ടു തുടങ്ങി. മേഘാലയ റൂട്ടിൽ ഫുള്ള് പൊളി റോഡും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ പണിയൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിരിക്കും. പൊടിയാണ് ഭയങ്കരം. രാത്രി ഇവിടെ ഇരുന്ന് പണിയെല്ലാം എടുത്ത് ഇവിടെ നല്ല സൈഡാക്കി കേട്ടോ. ഒരു പെട്രോൾ പമ്പിലാണ്. ഇതൊരു ഫോറസ്റ്റ് ആണ് കേട്ടോ. ഫോറസ്റ്റിന് നടുക്കാണ് ഉള്ളത്. ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് കയറി ഇവിടെ സ്റ്റേ കേട്ടോ. നമ്മൾ പിന്നെ അടിപൊളി ഒരു പമ്പ് കിട്ടിയ സമയത്ത് ഇവിടെ സൈഡാക്കിയാണ്. പിന്നെ വണ്ടി ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. കിടന്നുറങ്ങാനുള്ള പരിപാടി കേട്ടോ. രാവിലെ എണീറ്റിട്ട് വേണം ബാക്കി യാത്ര തുടരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്നൊരു 3 മണിക്കൂറും കൂടെ നമുക്ക് ഓട്ടോ ഉണ്ട് മേഘാലയയിലേക്ക്. എന്തായാലും നോക്കട്ടെ. നമ്മൾ ബോർഡർ എത്താനായിട്ടുണ്ട്. നമ്മൾ കുറച്ച് ആരും പോവാത്ത കുറച്ച് സ്ഥലങ്ങളിലാണ് എൻ്റെ ഒരു മനസ്സിലുള്ളത്. എന്തായാലും നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.